മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള സർക്കാർ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വോയിസ് ഓഫ് പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ ജനകീയ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകളാണ് ലഹരി വിരുദ്ധ സന്ദേശവുമായി അണിനിരുന്നത്. കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ അശ്വിൻ ഷെട്ടി, സിനിമാ താരം സാജൻ പള്ളുരുത്തി, പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള സർക്കാർ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പള്ളുരുത്തിയിൽ ജനകീയ പ്രതിഷേധം. വോയിസ് ഓഫ് പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് ആളുകളാണ് അണിനിരന്നത്. കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യവും നല്ല മനസ്സുമുള്ള മനുഷ്യരുണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് ഈ നാടിനെ കാർന്നു തിന്നുന്ന സിന്തറ്റിക് പോലെയുള്ള ലഹരികൾ കൊണ്ട് ഈ നാടിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് ഒരുപറ്റം ആളുകൾ നടത്തുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ഒരു നാടിനെ ആസൂത്രിതമായി ഇല്ലാതാക്കലാണ്. രാജ്യത്ത് അതിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണത്തിലേറിയ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടിയാണ് ഇന്ന് ലഹരിയുടെ വ്യാപനത്തിനെതിരായി കേരളം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നത്. ശരീര സൗന്ദര്യ മത്സരത്തിലെ നിലവിലെ ലോക ചാമ്പ്യൻ അശ്വിൻ ഷെട്ടിക്ക് ദീപശിഖ കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. AJ ജെയിംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ സിനിമാ താരം സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയായിരുന്നു. ഇത് നാടിനെ ബാധിക്കുന്ന മാരകരോഗം എന്ന് പറയാം. മഹാവിപത്തിനെതിരെയുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സാന്നിധ്യവും ഇതിനകത്തുണ്ട്. ഇതുപയോഗിച്ച് അഡിക്റ്റായവരെ നമുക്ക് ഉപദേശിച്ചിട്ട് ഒരു കാര്യവും അതിലേക്ക് പോയവരെ ഉപേക്ഷിക്കുക എന്നല്ലാതെ ഇതിൽ വരാൻ സാധ്യതയുള്ള ആളുകളുടെ മനംമാറ്റം, അവർക്കുള്ള ബോധവൽക്കരണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ചെയ്യേണ്ടത്. നാടിനെ കാർന്ന് ആക്രമിക്കുന്നു. പണ്ടൊക്കെ ചെറുതായിരുന്നു, അവിടെ ഒരാൾ ഇവിടെ ഒരാളെന്നൊക്കെ പറയുള്ളൂ. അത് ഇതുമല്ല, MDMA ആയിരുന്നില്ല, മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. അർബുദമെന്ന് പറയുന്നതും അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു രോഗമായി. അതൊക്കെ മാറിയിട്ട് ഇതൊരു സ്ഥിരം പല്ലവിയായിട്ട് ഒരു പ്രദേശത്ത് ഒട്ടനവധി ആളുകൾ, ഞാനിത് കാണിച്ചു കൊടുക്കാൻ ആളുകൾ ബുദ്ധിമുട്ടുന്നു. കാര്യം അതിനുശേഷമുള്ള അവരോടുള്ള പ്രതികരണം. മറ്റൊന്ന്, ഇതിനുവേണ്ടി ബുദ്ധിമുട്ട് ഇതിനെ ഓടിച്ചിട്ട് ജീവൻ പണയം വെച്ച് പിടിക്കുന്ന പോലീസുകാരുടെ ഒരു അവസ്ഥ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അവരെ അമ്മ പ്രസവിച്ചതാണ്, അല്ലാണ്ട് നമ്മൾ വെറുതെ മുകളിൽ നിന്ന് പൊട്ടി വീണതല്ല. അവരുടെ ജീവിതവും ഇതിലും ഗംഭീരമാണ്. ജീവൻ മരണ പോരാട്ടമാണ്. കാര്യം ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരം ഊണ്ടിയാലാടും, മതിലാടും, അടിക്കണമെന്ന് നിന്നാടും, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ്. മയക്കുമരുന്നിനെതിരെയുള്ള ഈ ജനകീയ മുന്നേറ്റത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശ്, പോലീസ് ഇൻസ്പെക്ടർ അശ്വിൻ ബിജു, എഴുത്തുകാരൻ MV ബെന്നി എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു. നമുക്കറിയാം, കൊച്ചി നഗരത്തെ കുറിച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലഹരി ഉപയോഗിക്കുന്ന നഗരങ്ങളില് കൊച്ചിക്ക് 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് അമൃത്സർ പഞ്ചാബില്, 2ാം സ്ഥാനത്ത് മുംബൈ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ആയിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കൊച്ചി 2ാം സ്ഥാനത്തേക്ക് എത്തി. ഇപ്പോൾ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 23 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഒരു ദിവസം കൊച്ചി നഗരത്തിൽ വിറ്റഴിയുന്നുണ്ടെന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയുടെ കണക്ക്. അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾക്ക് മയക്കുമരുന്നിന്റെ വ്യാപനം നമ്മുടെ വീടുകളുടെ പരിസരങ്ങളിൽ നിന്ന്, പല കുടുംബങ്ങളിൽ നിന്ന്, പല ഭാഗത്തും ഇടപെടികളിൽ നിന്ന്, പല ഭാഗത്തും കൂട്ടം കൂടി നിന്നുകൊണ്ട് MDMA അടക്കമുള്ള ലാസലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നമ്മുടെ പ്രദേശത്ത് വോയിസ് ഓഫ് പള്ളുരുത്തി. നിങ്ങൾ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും മുന്നിട്ടിറങ്ങി ഒരു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഇവിടെ ഇങ്ങനൊരു പരിപാടിക്ക് പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിച്ചത് ഏറെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. തൂഫാന്റെ ഭാഗമായിട്ട് ജൂൺ 3-ാം തീയതി മുതൽ ഇന്ന് വരെ ഏറെക്കുറെ 56ഓളം കേസുകൾ പള്ളുരുത്തി സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തു. അതായത് പള്ളുരുത്തിയിലുള്ള ആളുകളിൽ നിന്ന് പിടിച്ചിട്ടുള്ള കേസുകളുടെ കണക്കാണ്. അതിൽ ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി LSD സ്റ്റാമ്പിന്റെ കേസുണ്ട്, ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസുകളുണ്ട്, കഞ്ചാവ് കേസ് ദിനം പ്രതി നമ്മൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പോലും കേസില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ പള്ളുരുത്തി സ്റ്റേഷനിൽ മാത്രമാണ് എല്ലാ ദിവസവും കേസുള്ളത്. അത്ര ഉയർന്ന നിലവാരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ വളരെ മോശമാണ്, എന്നിരുന്നാലും നമ്മുടെ ഇവിടുത്തെ ആളുകൾ കുറച്ചുകൂടെ അവെയർ ആണ്ടിരിക്കുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രധാനമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പോൾ കച്ചേരിപ്പടി, അതുപോലെ നമ്മുടെ ഇടക്കൊച്ചി പാടശേഖരം, അതേപോലെ കടയഭാഗം, ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ
നമുക്ക് രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, സാമുദായിക നേതാക്കൾ, ഇഡ്രാക് ഭാരവാഹികൾ, സ്പോർട്സ്, യുവജന സംഘടനാ പ്രതിനിധികൾ, കൗൺസിലർമാർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പൊതുപ്രവർത്തകരും ജനങ്ങളും മാർച്ചിൽ സജീവമായി പങ്കെടുത്തു. പള്ളുരുത്തി മേഖലയെ ലഹരിമുക്തമാക്കുമെന്ന ശക്തമായ പ്രഖ്യാപനത്തോടെയാണ് ജനകീയ നൈറ്റ് മാർച്ച് സമാപിച്ചത്. നമ്മുടെ എല്ലാം നാട്ടിലും പ്രദേശത്തുമെല്ലാം യുവതലമുറയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന, യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സമൂഹത്തിനാകെ വലിയ രീതിയിൽ വിപത്തുകൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് മാഫിയ നമ്മുടെ കൊച്ചു കേരളത്തിനെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയ കേരളത്തിന്റെ മണ്ണിൽ വേരുറച്ചിട്ട് നാളുകളേറെയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.